ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും H4 ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക. കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യുന്ന ഏറ്റവും വളരെ മഹത്തരമായതും അതുപോലെ തന്നെ വലുതുമായ ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ. ക്ഷേമനിധി പെൻഷനുകളും അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും അടക്കം ഒട്ടനവധി പെൻഷനുകളാണ് സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. ഇതിൽ വികലാംഗ പെൻഷൻ, അതുപോലെ തന്നെ വാർദ്ധക്യകാല പെൻഷൻ, അവിവാഹിതരായിട്ടുള്ള അമ്മമാർക്കുള്ള പെൻഷൻ, അതുപോലെ തന്നെ വിധവകൾക്കുള്ള പെൻഷൻ, അതുകൂടാതെ ക്ഷേമനിധി ബോർഡുകൾ ഉൾപ്പെടുന്ന, അതായത് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കശുവണ്ടി ക്ഷേമനിധി ബോർഡ്, അതുപോലെ തന്നെ കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അങ്ങനെ ഒട്ടനവധി ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏകദേശം 57 ലക്ഷം ഗുണഭോക്താക്കളാണ് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ പല പെൻഷൻ ഗുണഭോക്താക്കൾക്കും അവരുടെ പെൻഷൻ കുടിശ്ശികയാണ്. അതായത് 2023 ഓഗസ്റ്റ് മാസം വരെയുള്ള പെൻഷനാണ് നിലവിൽ കൊടുത്തു തീർത്തിരിക്കുന്നത്. അതിനുശേഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇപ്പോൾ ജനുവരിയും ഉൾപ്പെടെ ഏകദേശം 5 മാസത്തോളം പെൻഷൻ തുക കുടിശ്ശികയാണ്. പെൻഷൻ തുടർന്ന് നൽകണമെന്നാവശ്യപ്പെട്ട് മറിയക്കുട്ടി എന്ന ഒരു അമ്മ ഹൈക്കോടതിയിൽ കേസ് നൽകുകയും അത് കോടതിയുടെ പരിഗണനയിലുമാണ് ഇപ്പോൾ. ഇതുകൂടാതെ പല ക്ഷേമ പെൻഷനുകളും അതുകൂടാതെ പല ആനുകൂല്യങ്ങളും സർക്കാർ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം നിർത്തിവച്ചിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ 2024 ജനുവരിയിൽ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ 2024 മാർച്ച്, ഏപ്രിൽ മാസത്തോടുകൂടി പാർലമെൻറ്റ് ഇലക്ഷൻ വരികയും അതിൻ്റെ പ്രചാരണത്തിലെല്ലാം ഇപ്പോൾ എല്ലാ പാർട്ടികളും ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക എല്ലാം തന്നെ സർക്കാരിന് ഒരു ബാധ്യത അല്ലെങ്കിൽ അവരുടെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു ഇടപാടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പെൻഷൻ കുടിശ്ശികകളും ഏകദേശം 6400ഓളം രൂപയാണ് വരുന്നത്. അത് ഒരുമിച്ച് സർക്കാർ ജനുവരിയിൽ തന്നെ കൊടുത്തു തീർക്കാനാണ് ശ്രമിക്കുന്നത്. 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഏകദേശം 8000ഓളം രൂപയാണ് വരുന്നത്. ഈ തുക ഒരുമിച്ച് നൽകുകയാണെങ്കിൽ ഒരു ഗുണഭോക്താവിന് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് 8000 രൂപ വരും. ഇതുകൂടാതെ ജനുവരി 10-നാണ് മറിയക്കുട്ടി എന്ന വ്യക്തി നൽകിയ കേസ് കോടതി വീണ്ടും പരിഗണിക്കുന്നത്. അതായത് പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെതിരെ നൽകിയിരിക്കുന്ന ഒരു ഹർജിയാണ് ഇത്. അപ്പോൾ ഈ തുക ഇത്രയും ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതൊരു ആശ്വാസമായിരിക്കും. ജനുവരി മാസം തന്നെ ഇത് കൊടുത്തു തീർക്കും എന്നാണ് സർക്കാർ പുസ്തകങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇതുകൂടാതെ മറ്റൊരറിയിപ്പ് വരുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾ പലരും അവരുടെ മസ്റ്ററിങ്ങും അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റും മറ്റും നൽകാത്തതിനാൽ പല ഗുണഭോക്താക്കൾക്കും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓഗസ്റ്റ് മാസത്തിൽ പെൻഷൻ മുടങ്ങിയ പല ഗുണഭോക്താക്കളും പിന്നീട് ഇത് സമർപ്പിച്ചതിനാൽ, അതായത് നമ്മളുടെ മസ്റ്ററിങ്ങും അതുപോലെ തന്നെ മറ്റ് ഡോക്യുമെൻറ്റുകൾ സമർപ്പിച്ചവർക്ക് വീണ്ടും ഇപ്പോൾ പെൻഷൻ തുടർന്ന് അനുവദിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പല ഗുണഭോക്താക്കളും ഇനിയും ഇത് നൽകാൻ ബാക്കിയുള്ളതിനാൽ എത്രയും വേഗം തന്നെ അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയി നിങ്ങൾ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പ് വിധവകൾ അതുപോലെ തന്നെ അവിവാഹിതരായ സ്ത്രീകൾ തുടങ്ങിയവർക്ക് ലഭിക്കുന്ന പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ്. അതായത് അവിവാഹിതരായിട്ടുള്ള പ്രായമായവർക്ക് ലഭിക്കുന്ന പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവിവാഹിതരാണ്, അതായത് റീമാരേജ് ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും ഹാജരാക്കേണ്ടതാണ്. അതിനുവേണ്ടി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ നിങ്ങൾ അപേക്ഷ നൽകി ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം വിധവകൾ അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ തുടങ്ങിയവർക്ക് ലഭിക്കുന്ന പെൻഷൻ മുടങ്ങുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ മറ്റ് ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിലേക്കും എല്ലാം ഷെയർ ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾ പെൻഷൻ വാങ്ങുന്നില്ലായിരിക്കും എങ്കിലും ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ മറ്റ് പെൻഷൻ വാങ്ങുന്ന സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.